ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. സർഗം കിച്ചണിൽ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ബീഫ് നൂഡിൽസാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ബീഫ് നൂഡിൽസാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ബീഫ് നൂഡിൽസ് തയ്യാറാക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു നൂഡിൽസ്, അതിൻ്റെ മസാല ഞാൻ എടുത്തിട്ടില്ല, നൂഡിൽസ് തന്നെ. പിന്നെ ഒരു സവോള നീളത്തിൽ അരിഞ്ഞത്, ഒരു പച്ചമുളക്, പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി ഒരു 3-4 അല്ലി, അത് നമ്മൾ ചതച്ചെടുക്കണം. പിന്നെ ബീഫ് ഒരു 200 ഗ്രാം, എല്ലില്ലാത്ത കഷ്ണങ്ങൾ, മാക്സിമം നല്ല കഷ്ണങ്ങളാക്കി എടുക്കുക. പിന്നെ അത് നമ്മൾ മിക്സിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ കീമായിട്ട് വാങ്ങാൻ കിട്ടും, അത് ഉപയോഗിക്കണം. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ക്യാബേജ്, അതിൻ്റെ കുറച്ച് നമുക്ക് അരിഞ്ഞിട്ടെടുക്കാം. ഇതിലേക്ക് വേണ്ട സോസ് തയ്യാറാക്കാം. 2 സ്പൂൺ ഡാർക്ക് സോയാ സോസാണ് എടുത്തുള്ളത്, 2 ടീസ്പൂൺ. പിന്നെ ഓയിസ്റ്റർ സോസ് ഇതുപോലെ തന്നെ 2 സ്പൂൺ. പിന്നെ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് 2 ടേബിൾ സ്പൂൺ. 3 കൂടി മിക്സ് ചെയ്ത് വയ്ക്കാം. നൂഡിൽസിലേക്ക് ചേർക്കാനുള്ളതാണത്. നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്ത് വയ്ക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടിയിട്ട് നൂഡിൽസ് തയ്യാറാക്കുമ്പോൾ ചേർക്കണം. ഇങ്ങനെ എല്ലാം ചേർത്ത് ഇളക്കി മാറ്റി വയ്ക്കാം. കുറച്ച് വെള്ളം, നമ്മുടെ ബീഫൊക്കെ വേവാൻ ആവശ്യമുള്ള വെള്ളം എടുക്കണം. നമുക്ക് ഈ ബീഫ് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം, ചെറിയ പീസുകളായിട്ട്. എന്നിട്ട് വേവിക്കുമ്പോൾ പെട്ടെന്ന് വേവും ചെയ്യും. പിന്നെ നൂഡിൽസിൽ മാച്ചായിട്ട് കിട്ടും ചെയ്യും. ബീഫ് നമ്മൾ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണത്. ടീം എടുത്തിട്ട് ചെയ്യായാലും നല്ലതാണ്, മിക്സ് ചെയ്ത് ചെയ്യാനും ചെയ്യാം. മല്ലിയില ഡെക്കറേഷന് വേണ്ടി കുറച്ച് വേണം. വെളുത്തുള്ളി നല്ലോണം ചതച്ചെടുത്തത്, അത് ഒരു 2 ടേബിൾ സ്പൂണോളം വരും. പച്ചമുളക് 1 എണ്ണം വട്ടത്തിലരിഞ്ഞത്, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ. അതിലിട്ട് ക്യാബേജ് നീളത്തിൽ അരിഞ്ഞ് വെച്ചത്, നമുക്ക് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ ക്യാബേജാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് ഒരു പാൻ വെച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. പാനിലേക്ക് നമുക്ക് 1 സ്പൂണോളം സവോളയ്ക്ക് ഒന്ന് വഴറ്റാനായിട്ട് എണ്ണ ചേർക്കാം. ഓയിൽ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചിട്ടുള്ള അതിലേക്ക് നമ്മൾ നീളത്തിലരിഞ്ഞ സവോള ചേർക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ പച്ചമുളകും കൂടി ചേർക്കാം. 2 മിനിറ്റ് ഒന്ന് വഴറ്റണം. അതിലേക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ച ബീഫ് ചേർത്ത് ഇളക്കാം. അര കപ്പ് വെള്ളം ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. ഈ ഇൻഗ്രീഡിയൻസിനുള്ള ഉപ്പ് നമുക്കിപ്പോൾ ചേർക്കണം. നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, അത് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. പിന്നെ അപ്പം നമ്മുടെ ബീഫിൽ നിന്ന് ഇങ്ങനെ വെള്ളം അങ്ങനെ ഊർന്നു വരും, അത് ഒന്ന് വറ്റണം. അതുവരെ നമ്മളിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. എരിവ് അധികം വേണമെങ്കിൽ നമുക്ക് കുറച്ചധികം പച്ചമുളക് ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ 1 ചേർത്തിട്ടുള്ളൂ. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫിൽ നിന്നൊക്കെ നല്ലോണം വെള്ളം ഇറങ്ങി വന്ന് നല്ലോണം ഇങ്ങനെ തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യം കുരുമുളക് പൊടി കുറച്ച് ചേർക്കാം, ആവശ്യമുള്ളത്. അപ്പോഴതിന് എരിവ് പാകമാവുള്ളൂ. പച്ചമുളക് നമ്മളൊരു മണത്തിനായിട്ട് 1 ചേർത്തിട്ടുണ്ട്. ഇനി കുരുമുളക് പൊടിയാണ് ചേർത്തുള്ളത്. ഇനി ഇതിലെ വെള്ളം ഇങ്ങനെ ഊർന്ന് വരുന്നുണ്ട്, അത് ഇനി മുഴുവൻ വറ്റണ്ട. നമുക്ക് നൂഡിൽസും കൂടി ഇട്ടിട്ട് യോജിച്ച് വരണം.
ബീഫ് കുറച്ചൊക്കെ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സോസ് മിക്സ് ചെയ്ത സോസ് ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് കാരമലൈസ് ചെയ്യണം. നല്ലോണം ഈ ബീഫിലേക്ക് ഈ സോസ് ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് വേണം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നൂഡിൽസ് വേവിക്കാനായിട്ട്. നമ്മുടെ ബീഫിലേക്ക് സോസിൻ്റെ ടേസ്റ്റൊക്കെ പിടിച്ചിട്ട് നമുക്ക് നമ്മൾ മാറ്റി വെച്ച വെള്ളം ചേർക്കാം. അതിലേക്ക് നമ്മൾ നൂഡിൽസ് ചേർക്കാം. നൂഡിൽസ് ചേർക്കാം. ഇങ്ങനെ നമുക്ക് ഇടുന്ന് വേവട്ടെ. അപ്പോൾ നമുക്കൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് 2 സെക്കൻഡ് ഇതിൽ കിടന്നിട്ടൊന്ന് വെന്തതിന് ശേഷം നമുക്ക് തുറന്നൊന്ന് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കാം. ഇത് തുറന്നിട്ട് ഇങ്ങനെ ഇതൊന്ന് യോജിപ്പിക്കാം. അങ്ങനെ നൂഡിൽസ് ഇങ്ങനെ വിടിയിക്കാം. നൂഡിൽസ് അധികം വേണമെങ്കിൽ അധികം ചേർക്കാം അതിലേക്ക്. ഞങ്ങൾക്ക് ഇവിടെ വീട്ടിൽ ബീഫാണ് അധികം ഇഷ്ടം നൂഡിൽസിനേക്കാളും. അത് കാരണം ഞാൻ നൂഡിൽസ് കുറച്ച് ചേർത്തുള്ളത്. നൂഡിൽസ് അധികം ഇഷ്ടം എന്ന് വെച്ചാൽ നമുക്ക് ഒരു പാക്കറ്റും കൂടി വാങ്ങിച്ച് ചേർക്കാം. അപ്പം നൂഡിൽസ് അധികം നിൽക്കും, ബീഫ് കുറവ് നിൽക്കും. ഇതിലേക്ക് ഇപ്പം ബീഫാണ് അധികം മുൻപന്തിയിലായിട്ട് നിൽക്കണം. ഇതിങ്ങനെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ഇങ്ങനെ തിളച്ച് വെന്ത് വരണം. ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ നല്ലോണം യോജിച്ച് വരും. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നമുക്ക് ഇതിൻ്റെ മൂടി ഒന്ന് തുറന്ന് ഇതൊന്ന് ഇളക്കാം. ഇതിന് മുന്നൊന്ന് ഒരു വട്ടം ഇളക്കിയിട്ടാൽ നല്ലത് യോജിച്ച് വരുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കാബേജ് ചേർക്കാം. ഏത് വെജിറ്റബിൾസ് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ കാബേജ് മാത്രം ഒന്ന് ചേർക്കണുള്ളൂ. സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്നൊന്ന് നോക്കാം. എന്നിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഒന്ന് തൊടാണ്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇങ്ങനെ ഇനി മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. ഇനിയിങ്ങനെ യോജിച്ച് വന്നു മൂടി വെച്ച വെള്ളം ഇങ്ങനെ ഊർന്നു വരുള്ളൂ. അങ്ങനെ നല്ല വെറൈറ്റി മോഡൽ ബീഫ് നൂഡിൽസ് തയ്യാറായിട്ടുണ്ട്. ബീഫിൻ്റെ ടേസ്റ്റും പിന്നെ ആ സോസുകളുടെ ടേസ്റ്റൊക്കെ ആകുമ്പോൾ വളരെ ടേസ്റ്റ് ഉള്ളതാണ്. കുറച്ച് ബീഫ് ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്കിപ്പോൾ റെഡിമെയ്ഡായിട്ട് കീമ വാങ്ങിക്കാൻ കിട്ടില്ല. അങ്ങനെ അത് ചേർത്തിട്ടായാലും തയ്യാറാക്കാം. അങ്ങനെ ഒന്നും കൂടി ഒന്ന് വെള്ളം വറ്റണം. അപ്പോൾ നമുക്കൊന്ന് തൊടാണ്ടായിട്ട് നൂഡിൽസ് കിട്ടും. അത് നമുക്കിപ്പോൾ കുറച്ച് മല്ലിയില ചേർക്കാം. ഒന്ന് യോജിച്ച് വരാം. ഇതൊന്ന് ഇളക്കാം. അവസാനം നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് മല്ലിയില ചേർക്കാം. യോജിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ടൊമാറ്റോ കച്ചപ്പ് ഇഷ്ടമുള്ളവർക്ക് നമുക്കിത് കച്ചപ്പും കൂട്ടി കഴിക്കാം. ഇതിന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതിലെ വെള്ളമൊക്കെ വറ്റിയുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ബീഫ് നൂഡിൽസാണത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റാണിത്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.